നേരെ പോയത് ഓൾഡ് വിനായക മൈലാരി ഹോട്ടലാണ്. മൈസൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദോശ കിട്ടുന്ന ഹോട്ടലാണ്. മൈലാരി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിലും ഇതാണ് ഒറിജിനൽ മൈലാരി ഹോട്ടൽ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് അവർ സെർവ് ചെയ്യുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, വിനായക മൈലാരി ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈസൂരിലെ നസർബാദ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ ലൊക്കേഷനിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ വളരെ കുറവാണ്. ഒരു 8 തൊട്ട് 10 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലോക്കലായിട്ടുള്ള ക്രൗഡും അതുപോലെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ അവിടെ വന്നാലും വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ടേ അവിടുന്ന് പോകാറുള്ളൂ. കാരണം ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റി അത്രയും ഹൈ ആണ്. ഈ ഓൾഡ് വിനായക മൈലാരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ വിനായക മൈലാരി ഹോട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം ആദ്യം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി കുറവായിരുന്നു. ഈ ലൊക്കേഷനിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്, ഇഷ്ടംപോലെ സീറ്റിംഗ് ഉണ്ട്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ നേരെ ഈ പുതിയ ലൊക്കേഷനിൽ പോയിട്ട് ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്തു. വിനായക മൈലാരിയുടെ കറണ്ട് ഓണർ മിസ്റ്റർ ചന്ദ്രശേഖറാണ്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പുള്ളിയുടെ ഗ്രാൻഡ് മദറാണ്. അപ്പം ഇതിൽ ഇപ്പം ദോശ എന്ന് പറയുന്നത് നോർമൽ ദോശയായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഇതിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് പണ്ട് തൊട്ടേ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതും കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും അവിടെ വന്ന് കഴിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നത്. ഇവിടെ സെർവ് ചെയ്യുന്ന 3 ഐറ്റംസാണ്. ഒന്ന് പ്ലെയിൻ ദോശ, രണ്ടാമത്തത് മസാല ദോശ, പിന്നെ ഇഡ്ഡലി. കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. പക്ഷേ ദോശ തന്നെയാണ് അവിടുത്തെ ഏറ്റവും ഫേമസ്. ദോശ ഒരു പ്രത്യേക ടൈപ്പ് ദോശയാണ്. കാരണം ഇതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പായിട്ട് ഫീൽ ചെയ്യും, നേരെ വെച്ചിട്ട് ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റാണ്. ശരിക്കും നമ്മൾ കഴിക്കുമ്പോഴേ ശരിക്കും മെൽറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് ഈ ദോശക്കുള്ളത്. ഇവിടെ പ്ലെയിൻ ദോശയായാലും മസാല ദോശയായാലും ഒക്കെ ഒരേ റേറ്റാണ്. 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കുറേ മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ 40 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഫ്ലാറ്റായിട്ട് 2 ദോശക്കും 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ദോശയുടെ കൂടെ കഴിക്കാൻ അത്ര സ്പൈസി അല്ലാതെ തിക്ക് ചട്നിയാണ്. പിന്നെ പള്ളിയ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷും കൂടിയുണ്ട്. ഇത് രണ്ടിനും പുറമേ നമുക്ക് ബട്ടറും കൂടി ഇടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിച്ച സമയത്ത് ബട്ടർ ഇട്ട് കണ്ടില്ല. പിന്നെ മസാല ദോശയായാലും ഇതേ ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് മെൽറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ശരിക്കും ദോശ കഴിക്കുമ്പോൾ ഉണ്ടാവും. ഈ പുതിയ വിനായക മൈലാരിയുടെ ഉദ്ഘാടനം കഴിഞ്ഞത് ഒക്ടോബർ 15-ാം തീയതി ആയിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിൽ പോയ സമയത്ത് ടൂറിസ്റ്റ് മാത്രമല്ല ലോക്കൽ ക്രൗഡ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6:30 തൊട്ടിട്ട് 1:30 വരെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 തൊട്ടിട്ട് 9 മണി വരെ. പക്ഷേ ഈ മൊത്തം ടൈമിങ്ങിനും ഈ പറഞ്ഞ 3 ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് കാലിയാവുമെന്നാണ് പറഞ്ഞത്. ദോശ എന്തായാലും ഉണ്ടാവും. ഇഡ്ഡലി ഈ പറഞ്ഞ ഫുൾ ടൈം കിട്ടാൻ സാധ്യത കുറവാണ്. ഈ ദസറ സീസൺ ആയതുകൊണ്ടൊന്നോ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശരിക്ക് പ്ലെയിൻ ദോശയും ഇഡ്ഡലിയും കഴിച്ചു. മസാല ദോശക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണമാണ് കിട്ടാൻ കുറേ വൈകി. പിന്നെ അത് വേണ്ടാന്ന് ഓർത്ത് ക്യാൻസൽ ചെയ്തു. ഈ ഒരു ദസറ സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. കാരണം മൈസൂരിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരുപാട് ഹോട്ടൽസ് ഉണ്ടെങ്കിലും ഇതൊരു പഴയ ട്രഡീഷൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഒരു ഹോംലി ഫീലിംഗ് നമുക്ക് അവിടെ എത്തിയാൽ കിട്ടും. ഈ വിനായക മൈലാരിയിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പല മീഡിയ പബ്ലിക്കേഷൻസിൽ ലൈക്ക് BBC, NDTV, ഡക്കാൻ ഹെറാൾഡ് ഇതിലൊക്കെ ഈ ഹോട്ടലിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ട് ന്യൂസസ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഓൺലൈനായിട്ടുള്ള ഒരുപാട് ഈ ആപ്പുകളുണ്ടല്ലോ, സൊമാറ്റോ, സ്വിഗ്ഗി, ട്രിപ്പ് അഡ്വൈസർ, ഇതിലൊക്കെ ഹൈ റേറ്റിംഗ് ആണ് ഈ വിനായക മൈലാരി ഹോട്ടലിന് വന്നിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിൽ എന്തായാലും മൈലാരി ഹോട്ടലിൽ നിന്ന് സെർച്ച് ചെയ്യും. പക്ഷേ വെറും മൈലാരി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സാക്ട് ലൊക്കേഷനിലെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് മൈലാരി ഹോട്ടൽസ് മൈസൂരിലുണ്ട്. ഞാൻ തന്നെ ഒരുപാട് മൈലാരി ഹോട്ടലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾഡ് വിനായക മൈലാരി ഹോട്ടലിൽ ഗൂഗിൾ മാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ നസർബാദിലെ എക്സാക്ട് ലൊക്കേഷനിൽ നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റും. ഇപ്പോൾ മൈസൂരിലേക്ക് നമ്മളൊരു ടൂറ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ദസറ സീസൺ തന്നെ ആവണമെന്നില്ല, നോർമൽ സീസൺ ആയാലും പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. കാരണം ദോശ ശരിക്കും വേറൊരു ലെവൽ തന്നെയാണ്. പിന്നെ ടൂറിസ്റ്റ് ലൊക്കേഷൻ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. മൈസൂർ പാലസൊക്കെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അതുപോലെ ഒരുപാട് ഇപ്പം എക്സിബിഷൻ നടക്കുന്ന സ്ഥലം ഇതൊക്കെ നിയറസ്റ്റ് തന്നെയാണ്. സോ ഒരു മസ്റ്റ് വിസിറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് ലൊക്കേഷൻ തന്നെയാണ് ഓൾഡ് വിനായക മൈലാരി ഹോട്ടൽ.
അപ്പോൾ എന്തായാലും വിനായക മൈലാരി ഹോട്ടലിൻ്റെ പുതിയ ഒരു ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. കംഫർട്ടബിളായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. പഴയതുപോലെയല്ല, നമുക്ക് ക്യൂ നിന്നിട്ടൊന്നും പിന്നെ ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരില്ല. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. താങ്ക് യു. ബൈ.